വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല മസാലയൊക്കെ ചേർത്തിട്ടുള്ള കുറച്ച് എരിവുള്ളൊരു സ്നാക്കാണ്. എന്നാൽ ഒരുപാട് എരിവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷെ നല്ല ക്രിസ്പിയാണ്, പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. സവാള ഞാൻ തീരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചോപ്പറൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലിട്ടിട്ട് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ കത്തി വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ തീരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അതിലേക്ക് നമ്മൾ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്, ഏകദേശം 1 ടേബിൾ സ്പൂണ്. അതുപോലെ മല്ലിയില ഇട്ടിട്ടുണ്ട്, കറിവേപ്പില, അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. ഏത് മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സവാളയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതെല്ലാം ഇങ്ങ് ഇറങ്ങി വരണം. മാത്രമല്ല ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടി ഇതിലൊന്ന് മിക്സ് ആവണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് പൊടി ചേർക്കുന്നത് കടലമാവാണ്. 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട് ഞാൻ. സ്പൂൺ നിങ്ങൾക്ക് കണ്ടാലറിയും, വലിയ സ്പൂണാണ്, ടേബിൾ സ്പൂൺ തന്നെ എടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അരിപ്പൊടി ചേർത്താൽ മതി. നമ്മൾ സാധാ പത്തിരിപ്പൊടിയില്ലേ, അത് ചേർത്താൽ മതി. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ആയി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഈ സവാളയിൽ തന്നെ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും, അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം. പോരാ എങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, എങ്കിലും ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ കണ്ടോ, ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവേണ്ടത്. നമുക്കിങ്ങനെ നുള്ളി ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, ഏതായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. മാത്രമല്ല നമ്മൾ ഇതായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, തീരെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വേവാത്ത പ്രശ്നമൊന്നും വരില്ല. ഇനി കുറച്ചൊന്നും കൂടെ വേവായതിന് ശേഷം മാത്രം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഉടനെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണ്ട. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ അകമേ നല്ല സോഫ്റ്റും ആയിരിക്കും. നമ്മൾ കറിവേപ്പിലയൊക്കെ ഞാൻ എടുത്തതിനേക്കാളും കൂടുതൽ ഇടണം എന്നുള്ളവർക്ക് ഇടാം, അത് കുറച്ചും കൂടിയും ടേസ്റ്റിയാണ്. അതുപോലെ പുതിനയില ഉണ്ടെങ്കിൽ അത് ഇടാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല, മല്ലിച്ചപ്പൂ കറിവേപ്പിലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ടൊമാറ്റോ സോസും കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യണ പോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് കൊടുക്കുക. പക്ഷേ പിന്നെ ഫ്ലെയിം ലോ ആക്കുക. ഇനിയിപ്പോൾ ലോ ആക്കിയിട്ടില്ലെങ്കിലും അകമയൊന്നും വേവാത്ത പ്രശ്നങ്ങൾ വരില്ല, കാരണം തീരെ ചെറുതായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലും ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പുറമേ നല്ല ക്രിസ്പിയാണ്. മാവ് പരമാവധി കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇട്ടത്. ഒരുപാട് മാവ് ആയി പോവരുത്. ഉള്ളിയാണ് മീൻസ് സവാളയാണ് നമുക്കിതിൽ കൂടുതൽ വേണ്ടത്. ഈ സവാളേനെ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ മാവിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ 3 ബാച്ചായിട്ടെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു ദിവസം നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായക്കോ, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് 4 മണി ചായക്കോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ടൊമാറ്റോ സോസ് നിർബന്ധമൊന്നുമില്ല, കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അതിലേക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്